എല്ലാവർക്കും മേരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് ഉണ്ടാക്കുന്നത്. ഈ പാവയ്ക്ക ഫ്രൈ ആക്കിയാണ് ഉണ്ടാക്കുന്നത്. ഈ കയ്പം പാവയ്ക്ക എങ്ങനെയാണ് ഫ്രൈ വെക്കുന്നത്? അതിന് കയ്പൊക്കെ കാണിയല്ലേ എന്നെല്ലാവരും വിചാരിക്കും. പക്ഷേ ഇതിനൊട്ടും കയ്പില്ലാതെ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. അതായത് ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ പാവയ്ക്ക നല്ലവണ്ണം ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പാവയ്ക്കയുടെ കയ്പ്പ് ഇച്ചിരി കുറയാൻ വേണ്ടി ഈ ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പാണ്. ഈ ഉപ്പ് ഇങ്ങനെ നല്ലവണ്ണം വിതറി കൊടുത്ത് ഇത് നല്ലവണ്ണം തിരുമണം. ഇങ്ങനെ തിരുമ്മി ഒരു മണിക്കൂർ നേരം വെക്കാമെങ്കിൽ നല്ലതാണ്. അല്ല, ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ആ നീര് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ആ നീര് നമ്മൾ പാവയ്ക്ക പിഴിഞ്ഞെടുത്ത് അതിൻ്റെ കൂട്ട് പിന്നെ ചേർക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ തിരുമ്മി വെക്കുകയാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നേരം തിരുമ്മി വെക്കാം. ഇനി നമുക്ക് ഈ പാവയ്ക്ക പിഴിഞ്ഞെടുക്കാം. അതായത് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ നീരങ്ങ് പൊക്കോളും. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം നല്ല ഇങ്ങനെ പിഴിഞ്ഞ് എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്തതാണ്. കണ്ടോ, ഇങ്ങനെ പിഴിഞ്ഞെടുത്തു. ഇത്രയും വെള്ളം കണ്ടോ, നീര് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ആ പാവയ്ക്കായ്ക്കകത്ത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം വെക്കാം. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് ഇത് കടലമാവാണ്. കടലമാവ് ഒരു സ്പൂണാണ്. പിന്നെ അരിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ്. തൈര് ഒരു 1.5 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ പിഴിയുന്നുണ്ട്. നാരങ്ങാനീരും കൂടെ ഒഴിച്ച് ഇതിട്ട് ഇളക്കാം. ഉപ്പ് നമ്മളിട്ട് തിരുമ്മിയ കാരണം ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് മൊത്തം മിക്സ് ചെയ്യണം. ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി. ശകലം ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കണം. അപ്പോൾ നാരങ്ങാനീരും തൈരും ആ പുളിയൊക്കെ ഇതിലോട്ട് പിടിക്കും. എരിവും ഇതൊരു 1/4 മണിക്കൂർ നേരമെങ്കിലും ഇതിലൊന്ന് പിടിക്കാൻ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കാം. ഇരിക്കട്ടെ, ഇതൊരു 1/4 മണിക്കൂർ നേരം ഇരിക്കട്ടെ. അപ്പം ഞാനൊരു പാത്രം വെച്ച്, പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇനി അത് മൂക്കട്ടെ. ഇപ്പോൾ ഇത് കോരാറായിട്ടുണ്ട്. ഉണ്ടോ,
ഇതിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലോണം എരിവും ഉപ്പും എല്ലാം ഇതിലായിട്ട് പിടിക്കുക. തൈരൊക്കെ ചേർത്തുകൊണ്ട് ആ കയ്പിൻ്റെയും ഒന്നും ഒരു ചുവ പോലും അധികം കിട്ടത്തില്ല. പിള്ളേർക്കൊക്കെ പെറുക്കി തിന്നാനൊക്കെ നല്ലതാണ്. നല്ല ഇരുമ്പസത്തല്ലേ പാവയ്ക്ക. അപ്പം പിള്ളേരൊന്നും കഴിക്കില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ നല്ലതാണ്. ഇത്തിരി എരിവ് കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം കട്ട പിടിക്കാതെ നല്ലോണം ഇങ്ങനെ ഇതുപോലെ മൂത്ത് വരും. എണ്ണ തിളച്ച് തന്നെ കിടക്കണം. ഇത് കട്ടിയുള്ള പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം കട്ടിയുള്ള പാത്രമാകുമ്പോൾ ചൂട് നിൽക്കണമെങ്കിൽ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചാൽ ചൂട് കിട്ടത്തില്ല. അപ്പം ഇത് നല്ലോണം ഫ്ലെയിം കൂട്ടി തന്നെ ഇരിക്കണം. പക്ഷെ കരിഞ്ഞൊന്നും പോകത്തില്ല. വറുത്ത് ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. ഉണ്ടോ? ഈ പരുവത്തിൽ കോരിയെടുക്കണം. ഇതങ്ങോട്ട് കോരിയെടുക്കാം. എണ്ണ അങ്ങനെ കൂടുതലൊന്നും വേണ്ട. 2-3 നിർത്തായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എണ്ണ തിളച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മൂത്ത് വരും. ഉണ്ടോ? ലാസ്റ്റ് ഞാൻ കുറേച്ചേ ഇട്ടുള്ളൂ. ലാസ്റ്റ് ഇടാം. ഇതിൻ്റെ അകത്തൊരു ശകലം പോലും വെള്ളമയൊന്നുമില്ല. നമ്മൾ പിഴിഞ്ഞെടുത്തുണ്ടാക്കിയതുകൊണ്ട്. അല്ലെങ്കിൽ ഇത് മുഴുവനും വെള്ളമയമായിട്ട് ഇങ്ങനെ മൂക്കാതെ വരും. അപ്പം ഇത് മൂക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഇവിടെ വറുത്ത് തീർന്നിട്ടുണ്ട്. ഇതുണ്ടോ? ഇത്ര എണ്ണ മാത്രമേ ഇനിയും മിച്ചം കിടക്കുകയാണ്. എണ്ണയൊന്നും അധികം വേണ്ട. ഇതുപോലെ വറുത്ത് കോരി തണുത്ത് കഴിയുമ്പം പിള്ളേരൊക്കെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിലിട്ട് കൊണ്ടുപോയി കൊടുക്കാമെങ്കിൽ അവരൊക്കെ തിന്നോളും. അത്ര രുചിയുണ്ട് ഇതിന്. ഇനി ഇതെല്ലാം കോരിയെടുക്കട്ടെ. പച്ചപ്പാവയ്ക്ക വറുത്ത് മുഴുവൻ കോരിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ? നല്ല മുരുമുരുന്നാണ് ഇരിക്കുന്നത്. ഈ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.